ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു കാറ് മേടിച്ചു. ഇതല്ല എൻ്റെ കാറ്, എൻ്റെ കാറ് വേറെയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ വന്ന് കാറ് കിട്ടി കാരണം ഇപ്പോൾ കുറച്ച് ദൂരെയൊക്കെ പോയി ഹോട്ട് വീൽസ് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് റിയൽ കനാഡിയൻ സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെയും ഹോട്ട് വീൽസ് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പാർക്കിംഗ് ലോട്ടിൽ ഒരു സുബ്രു നല്ല അടിപൊളി വണ്ടി കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല കിടിലൻ സ്പോയിലറൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് കൂടെ കാണിച്ചു തരാം. നൈസായിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഏതായാലും കടയുടെ അകത്ത് കയറി നോക്കാം. ഒരു മസ്താങ്ങാണ് പോണത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഹോട്ട് വീൽസിൻ്റെ സെക്ഷൻ. പക്ഷെ ഇവിടെ ആരോ വന്ന് തൂത്ത് വാരിയിട്ടുണ്ട്, ഒന്നും കാണാനില്ല. ഇതെല്ലാം എൻ്റെ ഉള്ള വണ്ടികളാണ്. ഓ, ഇതൊരു നൈസ് വണ്ടി ഉണ്ടല്ലോ. മൈറ്റി കെ, നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ആപ്പയുടെ പോലെയുണ്ട്. പക്ഷെ കൊള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിംഗ് ആണ്. ഇതോടെ ഇരിക്കട്ടെ. ഒരു നൈസ് വണ്ടിയാണ് ഇത്. നാഷ് ചെറിയൊരു മസിൽ കാറാണ്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലാം ഉള്ളിലോട്ടിരിക്കുകയാണ് വണ്ടികൾ. ഹോട്ട് വീൽസ് ലെജൻഡ് ടൂറിൻ്റെ പോണ്ടിയാക് ഫയർബേർഡ് നല്ല കാസ്റ്റിംഗ് ആണ്. ശരി, ബിഗ് എയർ ബെല്ലേറിൻ്റെ വേറെ കളറാണിത്. മെർസിഡീസ് ഉണ്ട്, 2019 മെർസിഡീസ് എ ക്ലാസ്. ഇതിൻ്റെ റെഡ് എൻ്റെ കയ്യിലുണ്ട്, ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ ബ്ലൂ ആണ്, നല്ലൊരു GT സ്ട്രൈപ്പൊക്കെ ഉണ്ട്. തൽക്കാലം ഇത് വേണ്ട. വേറൊന്നും കാര്യമായിട്ടില്ല ബോയ്സ്. ഞാനിപ്പോൾ വിചാരിക്കണ ഇവിടെ അടുത്ത് ഒരു വാൾമാർട്ടും കൂടി ഉണ്ട്, അവിടെയും കൂടെ പോയി നോക്കാം. ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ. ചിലവരൊക്കെ ഇവിടെ വന്നിട്ട് നല്ല വണ്ടികളൊക്കെ ഏറ്റവും ബാക്കിൽ കൊണ്ടുവയ്ക്കും, ആർക്കും കിട്ടാതിരിക്കാൻ. വേറെ ഇവിടെ കുറച്ച് 10 പാക്സ് ഉണ്ട്.
ഈ വണ്ടി ഏതാണോ നല്ല രസമുണ്ട്. പക്ഷേ 10 പാക്സിന് മേടിച്ചാൽ അതിൽ 1-2 ഫാൻറ്റസി മോഡൽസ് ഉണ്ടാവും. എനിക്ക് ഫാൻറ്റസി മോഡൽസ് കളക്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അയ്യോ, ഇതൊരു നൈസ് ടൊയോട്ട കൊറോളയാണത്. ഓക്കെ, നമുക്കപ്പോൾ ഇനി വാൾമാർട്ടിൽ പോയി നോക്കാം. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു കാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇതിനു വേണ്ടി മാത്രം ബില്ല് ചെയ്യാൻ നിൽക്കാണെന്ന് എനിക്ക് വയ്യ. ഒന്നാമത് ഇത്തിരി ലേറ്റായി. ജീപ്പിൻ്റെ ഒരു ബൊറൽ എക്സോസിൻ്റെ സ്റ്റിക്കറിങ് ഒക്കെ ഉള്ളതുണ്ടായിരുന്നു. ഈ റോ നോക്കിയില്ല എന്നാണോ? ഇവിടെ ഒന്നുമില്ല കാര്യമായിട്ട്. ഓക്കെ ബൈസ്, നമുക്ക് ഏതായാലും വാൾമാർട്ടിൽ പോയി നോക്കാം. ഓക്കെ ബൈസ്, അപ്പോൾ ഇതാണ് അടുത്ത ലൊക്കേഷൻ. ഇവിടെ തന്നെ ഡോളറാമ എന്ന് പറഞ്ഞ കടയുണ്ട്. അവിടെ ദൂരെ ആ മഞ്ഞ ലൈറ്റാണ്. അത് 9 മണിയാകുമ്പോൾ അടയ്ക്കും. അത് പടച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ വാൾമാർട്ടിൽ കയറി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ ബോയ്സ്, അപ്പോൾ ഇതാണ് ടോയ്സിൻ്റെ സെക്ഷൻ. നമുക്കപ്പോൾ നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇവിടെ കുറേ ഡേർട്ട് ബൈക്സ് ഉണ്ട്. പിന്നെ ഹോട്ട് വീൽസിൻ്റെ കുറച്ച് മോൺസ്റ്റർ ട്രക്സ് ഉണ്ട്. ഇതെനിക്ക് വലിയ താല്പര്യമില്ല കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി ജീപ്പുണ്ട്. 2020 ജീപ്പ് ഗ്ലാഡിയേറ്റർ. നല്ല അടിപൊളി ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, വീണ്ടും കുറച്ചും കൂടെ മോൺസ്റ്റർ ട്രക്സ് ഉണ്ട്. ഈ മോൺസ്റ്റർ ട്രക്ക് ആക്ച്വലി നല്ല രസമുണ്ട്. ഗ്രീൻ ലൈറ്റിൻ്റെ മോൺസ്റ്റർ ട്രക്കാണ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഭയങ്കര വിലയാന്ന് തോന്നുന്നു. വാൾമാർട്ടിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് സ്കാൻ ചെയ്താൽ ഇതിൻ്റെ വില അറിയാൻ പറ്റും. അതിൽ സ്കാൻ ചെയ്ത് നോക്കാം. തൽക്കാലം അവിടെ ഇരിക്കട്ടെ. വേറെ ഇവിടെ ഗ്രീൻ ലൈറ്റിൻ്റെ തന്നെ ചെറിയ വണ്ടികളുണ്ട്. 1966 നിസാൻ പാട്രോൾ. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. വേറെ നമുക്ക് വോക്സ് വാഗൻ്റെ കുറച്ച് വണ്ടികളുണ്ട്. ഇത് വോക്സ് വാഗൻ്റെ മറ്റേ മിനി ബസ്സാണ്. മിനി ബസ്സല്ല, വാൻ പോലത്തെ വണ്ടിയാണ്. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വണ്ടി. അത് കുറച്ചിരിപ്പുണ്ട്. പിന്നെ കുറച്ച് മസിൽ കാസ് ഉണ്ട്. ഏത് വണ്ടിയാണോ? ഷെവർലെ SS ആണ്. കൊള്ളാം. ഓക്കെ, ഇനി നമുക്ക് ഹോട്ട് വീൽസ് നോക്കാം എന്തെങ്കിലും ഉണ്ടാന്ന്. കുറേ 3 പാക്സ് ഉണ്ട്. എല്ലാം ഫാൻറ്റസി മോഡലാണ്, അതൊന്നും വേണ്ട. ഒരു 5 പാക്ക് ഉണ്ട്. പിന്നെ മാച്ച് ബോക്സിൻ്റെ 5 പാക്കാണിത്. പോഷ് പെനറമ, ഇത് നല്ല കാസ്റ്റിംഗ് ആണ്. നല്ല മഞ്ഞ കളറും നല്ല വീൽസും ആണ്. ടോപ്പ് ഗണ്ണിൻ്റെ സിനിമയിലെ വണ്ടികളാന്ന് തോന്നുന്നു. ഇതും ടോപ്പ് ഗണ്ണിലെ സീരീസാണ്. അതിലെ വണ്ടികളാണോ എന്നറിയില്ല, ചിലപ്പോൾ ആയിരിക്കും.
ഓക്കെ, വേറെ മാച്ച് ബോക്സിൻ്റെ സിംഗിൾ കാർഡ്സ് കുറച്ചുണ്ട്. ഹോട്ട് വീൽസ് ഇവിടെയും കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ അല്ല, സ്റ്റോക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ആൾക്കാർ, അപ്പം തന്നെ വന്ന് തൂത്തുവാരിക്കൊണ്ട് പോകും. ഇവിടെ കുറേ കളക്ടേഴ്സ് ഉണ്ട്. ഈ സീരീസൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്രയും ദൂരം വന്നത് വേസ്റ്റ് ആയില്ല. അതെല്ലാം നോക്കിയിട്ട് കാര്യമില്ല, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും പോകാൻ പറ്റുമോ നോക്കട്ടെ. വേറൊരു വാൾമാർട്ടും കൂടി ഉണ്ട് വീടിൻ്റെ അടുത്തുള്ളത്, അവിടെയും കൂടെ പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. ഏതായാലും ഇറങ്ങിയതല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസാനത്തെ വാൾമാർട്ട്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള വാൾമാർട്ടാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വേറെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ഇന്ന് പോയി നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഹോട്ട് വീൽസ് ഹണ്ടിങ് വൻ ദുരന്തമായി പോയി. ഇവിടെ ഒന്നുമില്ല. ഏതോ ഒരു ദിവസമായിരിക്കും ഇവർ ഈ റാക്കെല്ലാം ഫില്ല് ചെയ്യണത്. അപ്പോൾ ആ ദിവസം കണ്ടുപിടിക്കണം ഏത് ദിവസമാണ്. അപ്പോൾ എല്ലാ ദിവസവും വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്നാ അവർ ഫില്ല് ചെയ്യണേന്ന്. മാച്ച് ബോക്സിൻ്റെ ഒരു 5 പാക്ക് ഉണ്ട്. ലംബോർഗിനി, ടൊയോട്ട പ്രിയസ്, 2 ട്രക്കൊക്കെ ആയിട്ട്. ഹോട്ട് വീൽസ് ഒന്നും തന്നെ ഇല്ല. 10 പാക്ക് ഉണ്ട്. ഇതിൽ വലിയ കുഴപ്പമില്ലാത്ത വണ്ടികളുണ്ട്. ഇതിൽ കുറച്ചൊക്കെ എൻ്റെ ഉള്ളതാണ്. എനിക്ക് ഈ മിനി കൂപ്പർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ബീനിലെ പണ്ടത്തെ മിനി കൂപ്പർ, നല്ലൊരു പച്ച കളറാണ്. പിന്നെ ഇത് ഡോഡ്ജ് വൈപ്പറാന്ന് തോന്നുന്നു. പിന്നെ വോക്സ്വാഗൺ ബീറ്റിൽ, ഫോർഡ് ഫോക്കസ് RS, പിന്നെ ഗലാഡോ ഉണ്ട്, ഗലാഡോ. വേറെ 10 പാക്കും. ഇതിൽ കുറച്ച് സൂപ്പർ കാർസൊക്കെ ഉണ്ട്. പോർഷെ 390, ബുഗാട്ടി, ഇത് ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. പിന്നെ ഗലാഡോ ഉണ്ട്, ഫോർഡ് GT ഇതെൻ്റെ കയ്യിലുണ്ട്. മാച്ച് ബോക്സിൻ്റെ 10 പാക്കാണ് അത്. എത്ര എണ്ണം ഉണ്ട് ഇതിൽ? 9 എണ്ണം ഉണ്ട്. ഇതിൽ നല്ലൊരു ട്രക്ക് ഉണ്ട്, പോർഷെ പനോരമ. ഇവിടെ എല്ലാം തൂത്തുവാരിയിട്ടുണ്ട് എല്ലാവരും. പിന്നെ റിമോട്ട് കാർസ് ഉണ്ട് ഹോട്ട് വീൽസിൻ്റെ. വാൾമാർട്ടിൻ്റെ ഒരു ട്രക്കാണത്, ഡിസ്നിയുടെ. വേറെയും കുറച്ച് ട്രക്കുകളൊക്കെ ഉണ്ട്. ഒരു സുഖമില്ല. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ കുറച്ച് വണ്ടികളുണ്ട്. ജാഡ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ കണ്ടാണ് നേരത്തെ. ഷെവർലെ ഇംബാല. ഇവിടെയും ഗ്രീൻ ലൈറ്റിൻ്റെ ചെറിയ വണ്ടികളുണ്ട്. അടിപൊളി ഡീറ്റെയിൽസ് ആണ് ഇതിനൊക്കെ. ഇത് ജീപ്പും ഉണ്ട്. വേറെ ജാഡയുടെ ട്രക്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. ഇതൊക്കെ ഓക്കെ ബോയ്സ്, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ ഹോട്ട് വീൽസ് ഭ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.